എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BJP വഖഫ് അമെൻമെന്റ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കി. അതായത് BJP അവതരിപ്പിച്ച ബിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 രണ്ടാം UPA സർക്കാരിൻ്റെ, അതായത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാന കാലത്താണ് വഖഫ് ബിൽ അമെൻഡ് ചെയ്തത്. അതിൽ പല കാര്യങ്ങളും പല ക്ലോസുകളും ജനങ്ങൾക്കെതിരായിരുന്നു. അതായത് ഈ വഖഫിന് അനുകൂലമായിരുന്നു. പല രീതിയിലും വളഞ്ഞ വഴിയിലൂടെ വേണമെങ്കിൽ ഒരാളുടെ ഭൂമി സ്വന്തമാക്കാം, വഖഫ് യൂസർ, അങ്ങനെയുള്ള ഓരോ ക്ലോസുകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അന്യൻ്റെ ഭൂമി, അന്യൻ്റെ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് വഖഫ് സുഡാപ്പികൾക്ക് അനുകൂലമായുള്ള കാര്യങ്ങളായിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ എടുത്ത് വെളിയിൽ കളയാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രമേയം പാസ്സാക്കി. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് അതിനെതിരെ പ്രമേയം പാസ്സാക്കി. നമുക്കറിയാം, ഇവിടെ മുനമ്പത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാസങ്ങളോളം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മുനമ്പത്തെ ജനങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി വഖഫ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അങ്ങനെയുള്ള കോലാഹലങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF ആകെ പെട്ടിരിക്കുകയാണ്. പറഞ്ഞുതരാം. അതായത് UDFിൻ്റെ നേതാക്കന്മാരുടെ VD സതീശൻ ഇവരൊക്കെ മുനമ്പം സമരപ്പന്തലിൽ പോയിട്ട് പറയും, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് അനിസ്ലാമികമാണ്, വഖഫാണെന്ന് പറയുന്നവരൊക്കെ അനിസ്ലാമികപരമായി പെരുമാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ലീഗിൻ്റെ നേതാക്കന്മാർ, അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നത് ഇത് വഖഫ് ഭൂമി തന്നെയാണ്. മുനീർ പറഞ്ഞു, KM ഷാജി പറഞ്ഞു, അതായത് ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം KM ഷാജി പരസ്യമായി പറഞ്ഞു, അതായത് VD സതീശന് വിവരമില്ല, VD സതീശൻ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞു, അതായത് പരസ്യ പ്രസ്താവന വേണ്ട, അങ്ങനെ തള്ളി പറഞ്ഞില്ല കേട്ടോ. ഈ KM ഷാജിനെയും മുനീറിനെയൊന്നും തള്ളി പറഞ്ഞില്ല. അതായത് പരസ്യ പ്രസ്താവന വേണ്ട എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും കോൺഗ്രസ് പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എറണാകുളം. എറണാകുളം എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ഒരു 80% വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. അപ്പോൾ ഇവരാകെ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഇലക്ഷൻ മുൻനിർത്തി ഇവർക്ക് ഇതൊന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രോബ്ലമോ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം മറ്റേ മുനമ്പങ്ങര റെപ്രസെൻറ്റേറ്റീവ് പള്ളിയച്ചന്മാർ, പിന്നെ ലീഗിൻ്റെ ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും ചേർന്നൊരു ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ അൺഒഫീഷ്യലായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മുനമ്പത്തെ 400 ഏക്കറിന് പകരം കാസർഗോഡ് വഖഫിന് ഒരു 500 ഏക്കർ തന്നിട്ട് ഈ പ്രശ്നം സോൾവ് ആക്കണം. ഇല്ലെങ്കിൽ ഇരു മുന്നണികൾക്കും പ്രശ്നമുണ്ടാകും. ഇവിടെ കയറി BJP സ്കോർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ഒരു എന്താ പറയണ്ടത്, ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിണറായി വിജയൻ എന്തുകൊണ്ട്, അതായത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഈ വഖഫ് BJP അവതരിപ്പിച്ച വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കി. അവിടെ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് പിണറായി വിജയൻ്റെ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഒരു കാര്യം എഴുതി വെച്ചോ, ഈ വഖഫ് പ്രശ്നങ്ങൾ 2026 2029 വരെയെങ്കിലും മിനിമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതായത് അത് എന്തായാലും തീർക്കില്ല. അതായത് മിക്കവാറും BJP ഒരു സ്റ്റാൻഡ് എടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതത് സംസ്ഥാനങ്ങൾ ഹാൻഡിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം വഖഫിൻ്റെ പ്രശ്നങ്ങൾ അധികമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. കഴിഞ്ഞ ദിവസം നമുക്ക് UPയിൽ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ കേസുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോഗി അവരെ ആൺപിള്ളേരോട് കളിച്ചു കഴിഞ്ഞാൽ വഖഫിനെ പറ്റി എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഈ ഓപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡായിരിക്കും. അപ്പോൾ 2026 അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. ഇപ്പം പാലക്കാട് ബൈ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ UDF അതിൻ്റെ കോൺഫിഡൻസിൻ്റെ പീക്ക് ലെവലാണ്. എന്തായാലും അതായത് ഇവിടെ UDF ഭരണത്തിൽ വരുന്നില്ല ഒരു ധാരണയിലാണ് അവരുള്ളത്. അതായത് പിണറായി വിജയൻ അറിയാം, ഇവിടെ ഭയങ്കരമായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴായിട്ട് സ്ട്രാറ്റജി തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം ഗെയിം പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. അതായത് 2026 വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. ഇവിടുത്തെ മണ്ടന്മാരായ കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഇത്തവണ ഭരണം കിട്ടും, പിണറായി വിജയൻ നാട്ടുകാർ വെറുത്തിരിക്കുകയാണ്, അതായത് ഇയാളെ ഒന്ന് വലിച്ച് താഴിടാൻ വേണ്ടി ജനങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ വിചാരിച്ച് ഇവന്മാർ നിൽക്കുകയാണ്. പക്ഷേ കാര്യം അങ്ങനെയല്ല. ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം. അതായത് ഹരിയാനയിലേക്ക് സംഭവിച്ചത്, ഹരിയാനയ്ക്ക് എന്താണ്, അതായത് ഇലക്ഷൻ ജയിച്ചു, മുഖ്യമന്ത്രി ആരാണ് തീരുമാനിച്ചു, ആഭ്യന്തരമാരെ കൈകാര്യം ചെയ്യേണ്ടത് തീരുമാനിച്ചു. റിസൾട്ട് വരുന്ന 2 ദിവസം മുന്നേ അവർ മീറ്റിംഗ് കൂടി, എല്ലാവരും സെലിബ്രേഷൻ തുടങ്ങി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ആകെ ഉൾട്ടയായിപ്പോയി. അപ്പോൾ അതുമാതിരി തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും പിണറായി വിജയൻ ഇവരായിട്ട് ഈ ബില്ലിനെതിരെ നിന്നത് തന്നെ ശരിക്കും അവർക്ക് കൊടുത്തൊരു പണിയാണ്. പിണറായി വിജയൻ കുഴിച്ചൊരു കുഴിയിൽ കോൺഗ്രസിനെ കൊണ്ട് ചാടിക്കുകയായിരുന്നു. അത് ഈ പൊട്ടന്മാരായ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. എന്താണെന്ന് കാര്യം പറഞ്ഞുതരാം.
പ്രത്യക്ഷത്തിൽ അതായത് വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെ കോൺഗ്രസ് നിന്നാൽ ആർക്കാണ് ഗുണം? സി പി എമ്മിനാണ് ഗുണം. അതെന്താണ് പറഞ്ഞുതരാം. അതായത് പ്രത്യക്ഷത്തിൽ പിണറായി ചെയ്ത് എന്താണെന്നറിയോ? അതായത് കോൺഗ്രസിനെ കൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ചു, മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾക്കെതിരെ കോൺഗ്രസ് നിന്നു എന്ന ഒരു പ്രചരണം നടത്താൻ പിണറായി വിജയൻ ഒരു ആയുധം കിട്ടി. പിണറായി വിജയൻ ശരിക്കും കളി അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരേ സമയം അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും അതേപോലെ ഹിന്ദുക്കളെ കൂടെ നിർത്തുകയും ക്രിസ്ത്യൻസിനെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു ടാക്ടിക്സ് അറിയുന്ന ഒരാളാണ്. അയാൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളാണ് എന്ത് തന്നെ പറഞ്ഞാലും. അപ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? അതായത് ഈ ഭരണവിരുദ്ധ വികാരം ശരിക്കും ഈ ക്രിസ്ത്യൻ വോട്ട് കൊണ്ട് അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു ആൻറ്റി ക്രിസ്ത്യൻ ഒരു പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ പിണറായി എന്തായാലും നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരോട് കൂടെ നിന്നുകൊണ്ട് അമെൻമെൻറ്റ് ബില്ലിതിനെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് CPM ഗുണം മാത്രമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. പക്ഷേ ദോഷം ഫുൾ കോൺഗ്രസിനാണ് കിട്ടുക. അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി എന്ന ലേബലിൽ ഇപ്പോഴേ അവർ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മുനമ്പത്തെ സമരമൊന്നും അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. എന്ത് തന്നെയായാലും പിണറായി വിജയനൊക്കെ ഇടപെട്ട് അതിങ്ങനെ നീട്ടിക്കൂട്ടി അറ്റ്ലീസ്റ്റ് 2025 വരെയെങ്കിലും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വരെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പണി കിട്ടുന്നത് കോൺഗ്രസിനാണ്. അതായത് അടുത്ത വർഷം 2026 അധികാരത്തിൽ വരും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഇവർക്ക് പണി കിട്ടാൻ പോവാണ്. ക്രിസ്ത്യാനികൾ ഇപ്പം തന്നെ ഹൈബി ഈഡനും VD സതീശനൊക്കെ കോലം ഈ മുനമ്പത്ത് നിരാഹാരം അനുഷ്ഠിക്കുന്നത്, മുനമ്പത്ത് സമരം ചെയ്യുന്നവർ ഇവരൊക്കെ കോലം പരോക്ഷമായി കത്തിക്കാൻ തുടങ്ങി. അതായത് പ്രത്യക്ഷത്തിൽ എന്താ ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയാം. അതായത് ഈ മുനമ്പത്ത് നടക്കുന്ന സമരം കോൺഗ്രസിനെതിരെ, ഹൈബീഡിനെതിരെ, VD സതീശനെതിരെയുള്ള ഒരു സമരമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഹൈബീഡിനൊക്കെ കോലം കത്തിച്ചു. അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന നമ്മൾ കേട്ടു. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടാണ്. TV ചാനലിലൊന്നും അധികം അത് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ അടി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ്. 2026 ഭരണം കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്ന ഇവന്മാർക്ക് നല്ലൊരു അടിയാണ്. പിണറായി വിജയൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ BJP അതിനിടയിൽ കളിക്കുമ്പോൾ ഇവർക്ക് ശരിക്കും ഇത് തെറ്റിപ്പോകും. അതായത് ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു ധാരണ വന്നിട്ടുണ്ട്. പാലക്കാട് ഇലക്ഷന് ശേഷം, അതായത് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് STP പരസ്യമായി റിസൾട്ട് വരുന്നതിനെ പറ്റി ആഘോഷിച്ചു. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ട്. അതായത് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും മുസ്ലിം സംഘടനകളും ഒരു ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു, UDF സപ്പോർട്ട് ചെയ്യുന്നു വരുമ്പോൾ അപ്പോൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതർ സൈഡിലും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പിണറായി വിജയൻ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ കളിക്കുന്നത്. അതായത് ആ ഒരു മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു 80% മുസ്ലിംസിൻ്റെ ഇടയിൽ ഇപ്പോഴും ഈ അതായത് ലീഗിനെതിരെയും ഒക്കെ ഭയങ്കര അമർഷമുണ്ട്, ദേഷ്യമുണ്ട്. അതായത് ഇവരൊക്കെയാണ് ഈ വഖഫിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇവരൊക്കെ വഖഫിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ധാരണ ഇവരുടെ ഇടയിലുണ്ട്. അത് കൂടുതൽ ഭയങ്കരമായിട്ട് അത് ഊതി പെരുപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഇതിനെതിരെ പ്രമേയം പാസ്സാക്കാൻ അവർ കൂടെ നിന്നത്. ശരിക്കും അവരെ പിണറായി വിജയൻ കുഴിച്ച് വാരിക്കുഴിയിൽ അവർ കൊണ്ടിടുമായിരുന്നു. ശരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിരിക്കും. കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന അപ്പുറത്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അത് എറണാകുളം ജില്ലയിൽ തന്നെ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ കണ്ടോ, അടുത്ത ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് കോൺഗ്രസിനെ ബാധിക്കും. പല ആൾക്കാരും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഭരണം കിട്ടുമെന്ന് വിചാരിക്കുന്ന എത്ര എളുപ്പത്തിൽ സ്വർണ്ണ തളികയിൽ ആരും കൊണ്ടുതരാൻ പോകുന്നില്ല, അവർക്ക് കിട്ടാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. ശരിക്കും ഇതാണ് ശരിക്കും പിണറായി വിജയൻ ഇവരോട് കൂടിയ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയതിൻ്റെ പിന്നിലെ ശരിക്കും പൊളിറ്റിക്സും ടാക്ടിക്സും അതാണ്. ശരിക്കും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിൻ്റെ കൂടെ അതായത് ന്യായം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് കൂടാത്ത ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ കൂടെ കൂടുമെന്ന് തന്നെ ഇവർ ചിന്തിക്കണമായിരുന്നു. പിണറായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പിണറായി ഉദ്ദേശം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇവർക്ക് അറിയാൻ ഇവരത് അതിലവർ പരാജയപ്പെട്ടു. പക്ഷേ അതിൻ്റെ വില ഇവർക്ക് ഭയങ്കരമായിട്ട് 2026 ഇലക്ഷനിൽ കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാം. നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയിൽ കാണാം.